ഈ പാലിൽ നിന്ന് എത്ര തരം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കാൻ കഴിയും എന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം 10, 20, 50, പരമാവധി 100 തരം ഉൽപ്പന്നങ്ങൾ എന്നായിരിക്കും ഉത്തരം. എങ്കിൽ MSc ഫുഡ് ടെക്നോളജി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയോട് അല്ലെങ്കിൽ MSc ഫുഡ് ടെക്നോളജി കഴിഞ്ഞ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്നത് 2000-ലധികം പ്രോഡക്ട്സ് പാലിൽ നിന്ന് മാത്രം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഏകദേശം 1500ഓളം ഇപ്പോൾ വിപണിയിലുണ്ടെന്നാണ് അതിൻ്റെ ഉത്തരം. അപ്പം അത്രമാത്രം അതിശക്തമായ പ്രൊഡക്ഷൻ, അതായത് ഡയറി പ്രോഡക്ട്സ് വിപണി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് മുഴുവനുണ്ട്. നമ്മളെ ചോക്ലേറ്റ്സ് പോലും അതിൻ്റെ ഒരു ഉദാഹരണമുണ്ട്, വിവിധതരം ഐസ്ക്രീം. ഇനി ഇത് മാത്രമല്ല, വെജിറ്റബിൾ പ്രോസസ്സ് ചെയ്ത് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ ധാരാളം തരത്തിൽ പ്രോസസ്സ് ചെയ്ത് നമ്മളെ മാർക്കറ്റിൽ ഇപ്പോൾ വിൽക്കുന്നുണ്ട്. ഇപ്പോൾ പഴുത്ത ചക്ക തന്നെ ഉണക്കി നമുക്കിപ്പം ലഭ്യമാകുന്ന തരത്തിലോട്ട് ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. നമ്മളെ കേരളത്തിലെ ചക്കയിൽ നിന്ന് തന്നെ 200-ൽ പരം പ്രോഡക്ട്സുകൾ വിപണിയിലുണ്ടെന്നാണ് അറിയുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ മീറ്റ് പ്രോഡക്ട്സ്, പ്രോസസ്സ് ചെയ്ത ഫിഷ് പ്രോഡക്ട്സ്, എഗ് പ്രോഡക്ട്സ്, ഇങ്ങനെ ധാരാളം നമ്മളെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ വിപണിയാണ് ഇന്ത്യ. മാത്രമല്ല കയറ്റുമതിയിൽ കൂടി നമ്മളൊരു 63,000 കോടി രൂപ നമ്മൾ ഓരോ വർഷവും നേടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഏകദേശ കണക്കുകൾ. അത്രമാത്രം പൊട്ടൻഷ്യലുള്ള ഒരു വലിയ ബിഗ് മാർക്കറ്റാണ് പ്രോസസ്ഡ് ഫുഡ് ഇൻഡസ്ട്രി. അത് ഇന്ത്യ ലോകത്തെ തന്നെ ആദ്യത്തെ ഫുഡ് പ്രോസസ്സിങ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ആദ്യത്തെ ലിസ്റ്റിൽ ഇന്ത്യ ഉണ്ട്, നമ്മുടെ രാജ്യമുണ്ട്. ആരാണ് നമുക്കറിയുമോ ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത്? ആരാണ് ചോക്ലേറ്റ് ഡിസൈൻ ചെയ്യുന്നത്? ആരാണ് ബിസ്ക്കറ്റ് ഡിസൈൻ ചെയ്യുന്നത്? ആരാണ് ബിസ്ക്കറ്റിൽ എത്രമാത്രം പ്രോട്ടീൻ കണ്ടക്റ്റ് ഉണ്ട്, എത്രമാത്രം വൈറ്റമിൻസ് ഉണ്ടെന്നൊക്കെ ബിസ്ക്കറ്റിൻ്റെയൊക്കെ റാപ്പറിൽ, കവറിൽ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. ആരാണ് ഇതൊക്കെ നടത്തുന്നത്? ആരാണ് ഇത്ര മനോഹരമായ ഡിസൈനിൽ ഇതെല്ലാം നമ്മുടെ കൈകളിൽ സീസൺ അതീതമായിട്ട് ജാക്ക് ഫ്രൂട്ടും മാങ്ങയും അതുപോലെ തന്നെ മറ്റ് പഴവർഗ്ഗങ്ങളും വെജിറ്റബിളും ഒക്കെ നമ്മളെ കയ്യിൽ ഒരു കേടും കൂടാതെ എത്തിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. അതാണ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി. ഫുഡ് ടെക്നോളജി നമ്മൾ പറയുന്ന ഇവരാണ്, ഫുഡ് ടെക്നോളജിസ്റ്റുകളാണ് ഇതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ ഘടകം. ഫുഡ് ടെക്നോളജിസ്റ്റുകളെ ബുദ്ധിയാണ്, അവരുടെ കൈകളാണ് ഇത് നമ്മുടെ കയ്യിൽ ലോകത്തെല്ലാ സ്ഥലത്തും ഇത് പ്രോസസ്സ് ചെയ്ത ഫുഡ് എത്തിക്കുന്നത്. ഫുഡ് ടെക്നോളജി പഠിക്കാനായിട്ട് BSc MSc തലത്തിലാണ് ഇതിൻ്റെ പഠനം. ഞാൻ ഫുഡ് ടെക്നോളജി എന്ന് കേട്ടുകൊണ്ട് ഇത് ഒരു BTech ഫുഡ് ടെക്നോളജി ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട, അത് വേറൊരു സ്ട്രീമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പം BSc ഫുഡ് ടെക്നോളജി, MSc ഫുഡ് ടെക്നോളജി, ഇവരാണ് ഇതിൻ്റെ ഈ പ്രോസസ്ഡ് ഫുഡ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത ഉള്ള ഒരു രംഗം BSc ആൻഡ് MSc ഫുഡ് ടെക്നോളജി. MSc ഫുഡ് ടെക്നോളജി എടുത്ത ആരും തന്നെ വെറുതെ നിൽക്കത്തില്ല. ഒരു ഇൻറ്റേൺഷിപ്പ് കഴിയുമ്പോൾ ഇവരെല്ലാം തന്നെ വിദേശത്തോട്ട് പോകും, ഗൾഫിലോട്ട് പോകും, യൂറോപ്പിലോട്ട് പോകും, ആസ്ട്രേലിയയിലോട്ടും, അതുപോലെ തന്നെ ആസ്ട്രേലിയയിലോട്ടോ ന്യൂസിലാൻഡിലോട്ടോ അമേരിക്കയിലോട്ടൊക്കെ പോകാൻ കഴിയും. ഇതുപോലെ തന്നെ ഡയറി പ്രോഡക്ട്സ് ഏറ്റവും കൂടുതലുള്ള ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഡെൻമാർക്ക് എന്നുള്ള യൂറോപ്യൻ രാജ്യത്തൊക്കെ ഒരുപാട് ജോബ് പൊട്ടൻഷ്യൽ ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രിയിലുണ്ട്. ഇന്ത്യ ഒരു വലിയ പോപ്പുലേഷനുള്ള വലിയൊരു ഏരിയയുള്ള വലിയ ഒരു ഫുഡ് പ്രോഡക്ട്സിന്, പ്രോസസ്ഡ് ഫുഡ് മാർക്കറ്റിന്, ഇൻഡിജീനസ് മാർക്കറ്റും ഇന്ത്യയിൽ അതിശക്തമാണ്. നമ്മൾ ഒരുപാട് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BSc MSc കഴിഞ്ഞവർക്ക് ഒരുപാട് ജോലിയുണ്ട്. അതുകൊണ്ട് BSc MScക്കാരെന്താണ് പഠിക്കുന്നത്? അവർ ഫുഡ് മൈക്രോബയോളജി പഠിക്കും, ഫുഡ് കെമിസ്ട്രി പഠിക്കും, ഡയറി ടെക്നോളജി പഠിക്കും, അതായത് പാൽ ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള പഠനമാണത്. അതുപോലെ തന്നെ ന്യൂട്രീഷൻ സയൻസ് പഠിക്കും, ഡയറ്ററ്റിക്സ് പഠിക്കും. അതുപോലെ തന്നെ പിന്നീട് ഈ പൾസസ് ടെക്നോളജി, നമ്മളെ പയറുവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളെക്കുറിച്ചുള്ള പഠനം, ഇതിൻ്റെ പ്രോട്ടീൻ കണ്ടൻസ്, ഫുഡ് സേഫ്റ്റി, ഇതിന് എങ്ങനെയാണ് ഇതിന് ഫുഡ് പ്രോസസ്സിങ് കമ്പനികൾ തുടങ്ങുന്നതിന് ലൈസൻസ് കൊടുക്കുന്നത് ആരാണ്? അതിൻ്റെ ക്വാളിറ്റി അഷുറൻസ് ഉറപ്പാക്കുക, ഇതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ഉറപ്പാക്കുക, ഒരു ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി അഷുറൻസ് ഉറപ്പാക്കുക. ഇത് മുഴുവനും ചെയ്യുന്നത് ഫുഡ് ടെക്നോളജിസ്റ്റാണ്.
MSc ഫുഡ് ടെക്നോളജി കഴിഞ്ഞവരാണെന്ന് പറയാം. BSc ഫുഡ് ടെക്നോളജി കഴിഞ്ഞാലും ജോലി കിട്ടും. പക്ഷേ MSc ഉണ്ടെങ്കിൽ ഷുവറാണ് ഈ രംഗത്ത് ഒരു കരിയർ കണ്ടെത്താൻ. എന്താണ് പ്രധാനപ്പെട്ട ജോലി എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. ഫുഡ് ടെക്നോളജിയിൽ ഒരുപാട് തരം ജോലികളുണ്ട്. അത് ഇഷ്ടപ്പെടുന്ന വിങ്ങിലോട്ട് നിങ്ങൾക്ക് താല്പര്യമനുസരിച്ച് വലിയ കമ്പനിയിൽ, വലിയ കോർപ്പറേറ്റ്സിൽ ജോലി കൊടുക്കും. സർക്കാരിൽ കുറച്ച് ജോലിയുണ്ട്, അത് ഞാൻ പറയാം. വലിയ കമ്പനികളിൽ ഫുഡ് മൈക്രോബയോളജിസ്റ്റ് ആകാം, ഫുഡ് കെമിസ്റ്റ് ആകാം, ഫുഡ് അനലിസ്റ്റ് ആകാം, അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോളർ ആവാം, ക്വാളിറ്റി മാനേജർ ആകാം, ക്വാളിറ്റി അഷ്വറൻസ് ഓഫീസർ ആകാം, അതുപോലെ തന്നെ ഫുഡ് സെല്ലിങ്, മാർക്കറ്റിങ്, അതുപോലെ തന്നെ ഇതിൻ്റെ പാക്കേജിങ് ടെക്നോളജി കൂടി അവർ പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് MScയിൽ പാക്കേജിങ് ടെക്നോളജി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫുഡ് പ്രോസസ്സ് ചെയ്ത ഫുഡ് എങ്ങനെ പാക്കേജിങ്, അതെങ്ങനെ പാക്കറ്റ് ആക്കണം, അത് എത്രമാത്രം നാൾ കേടുകൂടാതിരിക്കണമെന്നുള്ള എല്ലാം തന്നെ ചെയ്യുന്നത് ഫുഡ് ടെക്നോളജിസ്റ്റാണ്. അപ്പം ഇത് അവരുടെ അതുപോലെ തന്നെ ഇത് ഡിസൈൻ ചെയ്യുക. ഒരു ഫുഡ് ഐറ്റം ആകർഷകമായിരിക്കണം നമ്മൾ കഴിക്കുന്നതിന്. ബിസ്ക്കറ്റ് ആവട്ടെ, കുട്ടികളുടെ പിന്നീട് ചോക്ലേറ്റ്സ് ആവട്ടെ, ഇതെല്ലാം തന്നെ അതിനൊരു ഡിസൈനുണ്ട്. അതിൻ്റെ അതിലടങ്ങിയിരിക്കുന്ന സാധനങ്ങൾക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഇതെല്ലാം പാലിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഫുഡ് ക്വാളിറ്റി ഫുഡായിട്ട് മാർക്കറ്റിൽ എത്തുള്ളൂ. അത് നമുക്ക് ദോഷമില്ലാത്ത തരത്തിൽ നമുക്ക് ആൾക്കാർ കൺസ്യൂം ചെയ്യുള്ളൂ. അപ്പോൾ അത് വളരെ അതീവ ശ്രദ്ധ വേണ്ടുന്ന ഒരു രംഗമാണിത്. അതിനാണ് ഈ MSc പഠനം. അതുപോലെ തന്നെ കാഡ്ബറി, നെസ്ലെ, അതുപോലെ തന്നെ പാർലെ, അമുൽ തുടങ്ങിയ ധാരാളം വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെ MSc ഫുഡ് ടെക്നോളജി കഴിഞ്ഞവരെ എടുക്കുന്നുണ്ട്. വിദേശത്തും ധാരാളം ഡിമാൻഡുണ്ട്. നമുക്ക് ഗവൺമെൻറ്റിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറുണ്ട്. ഒരു കാലത്ത് നമ്മൾ ഫുഡ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ ഫുഡ് സേഫ്റ്റി ഓഫീസറുണ്ട്. ഈ അടുത്ത കാലത്ത് തേയിലയിൽ വിഷം എന്നൊക്കെ നമ്മൾ പത്രത്തിൽ കാണുമ്പോൾ അത് പരിശോധന നടത്തുന്നവരാണ് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സാണ്. അതേപോലെ തന്നെ അതിന് അംഗീകാരമില്ലാത്ത സ്ഥലത്താണ് ഇത് കമ്പനി നടത്തിയിരുന്നത്. ഫുഡ് സേഫ്റ്റിയുടെ അംഗീകാരമില്ലെന്നൊക്കെ പറയുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. നമ്മൾ മിക്കവാറും എല്ലാ പാക്കറ്റ്സിലും FSSA എന്നുള്ള ഒരു ലൈസൻസ് നമ്പർ കാണും. അവർ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. അപ്പോൾ അവരാണ് ഇതിന് ഈ ഒരു ചെറിയ ഫുഡ് പ്രോസസ്സിങ് കമ്പനിക്ക് പോലും അംഗീകാരം കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ജോലി സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. ഗവൺമെൻറ്റിലെ ജോലികളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. എല്ലാവർക്കും ഗവൺമെൻറ്റിലെ ജോലി കിട്ടണമെന്നില്ല. കോർപ്പറേറ്റ്സിൽ ധാരാളം ജോലികളുണ്ട്. പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തി പുതിയ ഫുഡ് ഐറ്റംസ് മാർക്കറ്റിൽ എത്തിക്കുന്നതിൽ കമ്പനികൾ മത്സരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുമ്പം നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള, ജോബ് സ്കോപ്പ് ഉള്ള, പ്ലേസ്മെൻ്റ് ഉള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ പ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിൽ പോലും നിങ്ങളെ പ്രോജക്ട്സ് കൊണ്ടും നിങ്ങളുടെ ഒരു ഇൻറ്റേൺഷിപ്പ് കൊണ്ടും നിങ്ങൾക്കിതിൽ ഈ രംഗത്ത് നല്ല മികച്ച ജോലി ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു ദേശീയ സ്ഥാപനമാണ്. സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മൈസൂറാണ്. മൈസൂർ വളരെ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെ 30 സീറ്റാണുള്ളത്. ഇവിടെ ഒരു കോമൺ എൻട്രൻസ് ആണ്. തീർച്ചയായിട്ടും ഇവിടെ പഠിക്കുന്ന എല്ലാവർക്കും പ്ലേസ്മെൻറ്റ് കിട്ടും. അവിടെ വേറെ ചില ഹ്രസ്വകാല കോഴ്സുകൾ, മില്ലിംഗ് ടെക്നോളജി പോലത്തെ കോഴ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ കോഴ്സുകളാണ്. പക്ഷേ MSc ഫുഡ് ടെക്നോളജിയിൽ അവസാനത്തെ വാക്കും ആദ്യത്തെ വാക്കും മൈസൂരിലുള്ള ഈ ദേശീയ സ്ഥാപനം തന്നെയാണ്. ഇനി അല്ലാതെ തന്നെ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിൽ ഫുഡ് ടെക്നോളജി MSc ഉണ്ട്. MG യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെ BSc MSc പഠിപ്പിക്കുന്ന മറ്റൊരു സ്ഥാപനം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോന്നിയിൽ കോളേജ് ഓഫ് ഇൻഡിജീനസ് ഫുഡ് ടെക്നോളജി ആരംഭിച്ചിട്ട് കുറേ നാളുകളായി. അവിടെ MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് എന്നാണ് ആ കോഴ്സിൻ്റെ പേര്. അങ്ങനെയുള്ള കോഴ്സുകൾ തന്നെ വളരെ അപൂർവമാണ്. ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്. അവിടുത്തെ ഒരു MSc കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും പ്ലേസ്മെൻറ്റ് 100% പ്ലേസ്മെൻറ്റാണ്. കോന്നിയിൽ, പത്തനംതിട്ട ജില്ലയാണ്. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണെന്ന് മാത്രമല്ല അതൊരു സപ്ലൈകോസ്, കേരള സർക്കാരിൻ്റെ സപ്ലൈകോയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ഓട്ടോണമസ് സ്ഥാപനമാണ്. വലിയ ഫീസൊന്നും ഇല്ലാതെ പഠിക്കാമെന്നുള്ളതാണ്. എവിടെ ഫുഡ് ടെക്നോളജി MSc വരെ ചെറിയ ഫീസിൽ പഠിച്ച് മികച്ച ജോലി നേടാമെന്നുള്ളതാണ്. മറ്റ് സ്ഥാപനങ്ങൾ പ്രധാനമായിട്ട് ഞാൻ പ്രൈവറ്റ് സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ നമ്മളെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഫുഡ് ടെക്നോളജി ഉണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി പെരിയാർ യൂണിവേഴ്സിറ്റി സേലത്ത് ഫുഡ് ടെക്നോളജി ഉണ്ട്.
ഫുഡ് ടെക്നോളജി ആൻഡ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ തീർച്ചയായിട്ടും. പിന്നെ ഒരുപാട് സ്ഥലത്ത് BVoc MVoc കോഴ്സുകളൊക്കെ ഉണ്ട്. താല്പര്യം പോലെ നിങ്ങൾ എടുക്കാം. ഏതിനും ക്യാമ്പസ് ഒരു ഘടകമാണ്. പഠിക്കാനുള്ള താല്പര്യം അതിനേക്കാളും പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങളെ പാഷൻ നിങ്ങൾക്ക് ഫുഡ് ടെക്നോളജിയിൽ ഒരു കരിയർ കണ്ടെത്താൻ തീർച്ചയായിട്ടും സഹായിക്കും. ഹാവ് എ വണ്ടർഫുൾ കരിയർ ഇൻ ഫുഡ് ടെക്നോളജി. താങ്ക് യു.